ഈ നബിദിനം കഴിക്കുന്നത് ഒരു ദീനിയായ കാര്യമായിട്ടല്ലേ നമ്മുടെ നാട്ടിൽ ചെയ്യണത്? ആണോ? അല്ലേ? ആണ്. അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിൽ, ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പലയിടത്ത് എഴുതി വെച്ചില്ലേ ഫ്ലക്സും ബോർഡും ബാനറും പുണ്യ റബി എന്ന് സ്വാഗതം. കഴിഞ്ഞ സഫർ മാസത്തിനുള്ളതിനേക്കാൾ എന്തോ ഒരു പുണ്യം ഈ മാസത്തിനുണ്ട് എന്നല്ലേ വിശ്വാസം? നമ്മുടെ ഖൗമിന്റെ വിശ്വാസം ഞാൻ കുറ്റപ്പെടുത്തല്ല കേട്ടോ, ആക്ഷേപിക്കാനല്ല ഈ പറയുന്നത്. ഒന്ന് നിങ്ങൾ ചിന്തിക്ക്, ശരിക്കും ആലോചിക്കുക. അങ്ങനല്ലേ വിശ്വാസം? ഈ മാസത്തിലൊരു സ്വതക്ക ചെയ്താൽ, ഒരു അന്നദാനം നടത്തിയാൽ, കഴിഞ്ഞ സഫർ മാസത്തിൽ കൊടുത്തതിനേക്കാൾ എന്തോ ഒരു പോരിശ ഉണ്ട് നിലക്കല്ലേ നിങ്ങൾ കൊടുത്തോലെ കുറ്റപ്പെടുത്തല്ല. ഒന്ന് ചിന്തിക്കുക. ഈ മാസം ഒരു സ്വലാത്ത് ഏറെ ചൊല്ലിയാൽ അത് കഴിഞ്ഞ സഫർ മാസത്തിൽ ഇനി വരുന്ന റബീഉൽ ആഖിറിൽ ചൊല്ലുന്ന പോലല്ല, എന്തോ ഒരു പുണ്യം ഇതിന് ഏറെയുണ്ട് എന്ന വിശ്വാസത്തോടല്ലേ ചെയ്യുന്നത്? പുണ്യ റബി എന്ന് സ്വാഗതം അല്ലേ വിശ്വസിപ്പിക്കണത്? കുറ്റപ്പെടുത്താനല്ല കേട്ടോ കാരണന്മാരെ, ബഹുമാന്യ സഹോദരന്മാരെ, അടുത്ത വീടുകളിൽ നിന്ന് ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ ആക്ഷേപിക്കാനല്ല പറഞ്ഞത്. നിങ്ങളിപ്പോൾ ഈ റബീഉൽ മാസത്തിൽ സ്വതക്ക ചെയ്തിട്ടുണ്ടാവും, സ്വലാത്ത് ഏറെ ചൊല്ലിയിട്ടുണ്ടാവും, പലതും ഈ പുണ്യാനഗരി ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ തിരുത്തേണ്ട ഉണ്ടോ ഇല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതിനായി പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ഈ മാസത്തിൽ നടത്താൻ, ഈ മാസം മറ്റു മാസങ്ങളെക്കാൾ എന്തോ പുണ്യമുള്ള മാസമാണ്, നമ്മുടെ നാട്ടിൽ പലയിടത്തും എഴുതി വെച്ച പോലെ പുണ്യ റബി ആണ് എന്ന് വിശ്വസിക്കാൻ തെളിവ് വേണ്ടേ? നമ്മളെല്ലാവരും അതിൽ മുജാഹിദ് സമസ്ത വ്യത്യാസമില്ല, നമ്മളെല്ലാവരും റമദാൻ മാസം അത് പുണ്യമാസമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. റമദാൻ മാസം പുണ്യമാസമാണ്. എന്താ തെളിവ്? അതൊരു ദീനീ വിഷയമാണ്. അപ്പൊ തെളിവുണ്ടാകണം. മതപരമായ വിഷയമാണ്, അപ്പൊ തെളിവുണ്ടാകണം. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. വിശുദ്ധ ഖുർആൻ തന്നെ പറയാണ്, ഖുർആൻ ഇറങ്ങിയ മാസം റമദാന്റെ പുണ്യം, അതിന്റെ പോരിശ പറയാണ്. ഇനിയോ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. അല്ലേ, അർത്ഥം പറയേണ്ട ആവശ്യം കൂടില്ല. ലൈലത്തുൽ ഖദർ റമദാന്റെ അവസാനത്തെ ഒറ്റ രാവിലെ ഒരു രാത്രിയിലാണത്. ഏത് രാത്രി നമുക്കറിയില്ല, ഒറ്റ ഒരു രാവിലാണ്. അതിന്റെ പ്രത്യേകത ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തെക്കാൾ പുണ്യമാണ്. അത് പുണ്യമാസമാണ്. ആ ലൈലത്തുൽ ഖദർ പുണ്യ ദിനമാണ്. നമ്മൾ വിശ്വസിക്കുന്നു. എന്താ കാരണം? ദീനീ വിഷയാണ്, അപ്പൊ തെളിവുണ്ട്, അതുകൊണ്ട് വിശ്വസിക്കുന്നു. ഇതുപോലെ റബീഉൽ അവ്വൽ ഒരു പുണ്യമാസമായി മറ്റ് സഫർ മാസത്തെക്കാളോ റബീഉൽ ആഖിറിനേക്കാളോ ഒരു പുണ്യമാസമായി കണക്കാക്കുകയാണെങ്കിൽ അത് ദീനീ വിഷയമല്ലേ? അപ്പൊ അതിന് ഈ റമദാന്റെ കാര്യത്തിൽ തെളിവുള്ള പോലെ ഇതിനും തെളിവ് വേണ്ടേ? തെളിവുണ്ടോന്ന് ഈ ശബ്ദം കേൾക്കുന്ന, ഇക്കൊല്ലും നബിദിനം കഴിച്ച, അതിന് പിരിവെടുത്ത, സഹകരിച്ച, സഹായിച്ച ബഹുമാന്യ കാരണന്മാരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കുറ്റപ്പെടുത്താനല്ല പറഞ്ഞത്, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എപ്പോഴെങ്കിലും പഠിച്ചോനെ അഥവാ അത് തെളിവില്ലാത്ത വിഷയമാണെങ്കിൽ എന്നൊരു ചിന്ത നിങ്ങളെ മനസ്സിലൂടെ എന്തെങ്കിലും പോയിട്ടുണ്ടോ? പോണ്ടേ? ആ ഒരു ആലോചന വേണ്ടേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം, തർക്കണ്ടോ? ഇല്ല, സ്നേഹിക്കണം. സ്നേഹിക്കാത്ത വിശ്വാസിയല്ല. എന്നാൽ ഈ മാസം റബീഉൽ അവ്വൽ മാസത്തിൽ മറ്റു മാസത്തിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഒരു ആചാരം, ഒരു അനുഷ്ഠാനം, ഒരു ദിക്ർ ഏറെ, ഒരു സ്വലാത്ത് ഏറെ, ഒരു അന്നദാനം ഏറെ, ഒരു സ്വതക്ക ഏറെ ഉണ്ടോ ഇല്ലേ? നാട്ടിൽ നടക്കുന്നുണ്ട്, പക്ഷെ ഉണ്ടോ ഇല്ലയോ? ശറഇലുണ്ടോ ഇല്ലേ? ഈ ഉണ്ടോ ഇല്ലേ എന്നെങ്ങനെ തീരുമാനിക്കേണ്ടത്? നാട്ടിൽ നടക്കുന്നുണ്ടോ, ഭൂരിപക്ഷം ആൾക്കാർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണോ? ഭൂരിപക്ഷം ചെയ്യുന്നുണ്ടോ നോക്കുകയാണെങ്കിൽ ലോകത്ത് ഇസ്ലാമിന്റെ ആൾക്കാരല്ലല്ലോ ഭൂരിപക്ഷം ഉള്ളത്. അപ്പൊ അതൊരു മാനദണ്ഡമല്ല, മറിച്ച് തെളിവാണ്. തെളിവുണ്ടോ ഇല്ലേ ഇതാണ് നോക്കേണ്ടത്, അല്ലേ? നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ പോകുന്ന കക്ഷിയെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. സ്വർഗത്തിൽ പോകുന്ന കക്ഷി ഏതാണ്? ആരാണ്?
എന്ന് ചോദിക്കുന്ന സമയത്ത് സ്വഹാബത്തിനോട് പറയുന്നൊരു മറുപടിയുണ്ട്. എന്താണ്? മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്ന് ഏത് മാർഗത്തിലാണോ ആ മാർഗം സ്വീകരിച്ചവരാണ് സ്വർഗത്തിൽ പോകുക. എൻ്റെ സമൂഹത്തിൽ കുറെ ഭിന്നിപ്പുണ്ടാകുന്നു, അതിൽ ഒരു ഭാഗം മാത്രം സ്വർഗത്ത് പോകുന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ആ സ്വർഗത്ത് പോകുന്ന കക്ഷിയുടെ സ്വഭാവം ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് പറഞ്ഞ മറുപടി? മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്ന് ഏത് മാർഗത്തിലാണോ ആ മാർഗം അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ നബിദിനം ആഘോഷിക്കുക എന്നുള്ള സംഗതി സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു പുണ്യകർമ്മമാണെങ്കിൽ മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബിയിൽ ഉണ്ടാവൂലേ? റസൂലുള്ളാഹിയുടെ മാർഗത്തിൽ ഉണ്ടാവൂലേ? സ്വഹാബത്തിന്റെ മാർഗത്തിൽ ഉണ്ടാവൂലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറുത് എന്നൊരു പക്ഷം വിചാരിക്കുന്ന എന്തെല്ലാം വിഷയങ്ങൾ എന്നറിയോ? ഒന്നും വേണ്ട, പള്ളിക്ക് നമ്മൾ കയറാണ്, വലത് കാല് വെച്ച് കയറണം. അല്ലാഹു മഫ്തഹലി അബ്വാബ റഹ്മതിക. പുറത്തിറങ്ങുമ്പോ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളലിക. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അല്ലേ അങ്ങനെ തുടങ്ങിയിട്ട് ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹവല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയാണ് പഠിപ്പിച്ചത്. ടോയ്ലറ്റ് കയറുമ്പോ വരെ പുറത്തിറങ്ങുമ്പോ വരെ ചൊല്ലാൻ പ്രാർത്ഥനകൾ അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതൊക്കെ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റബീഉൽ അവ്വലിൽ നമ്മുടെ നാട്ടിൽ നടക്കണ പോലെ ഒരു പരിപാടി ഉണ്ടായിട്ട് അവിടെ നിന്ന് അത് ചെയ്തിയില്ല, വിട്ടുപോയിന്നോ? അവിടെ നിന്ന് അത് വിട്ടുപോകെ. എന്താണ് ഈ പറഞ്ഞത്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല എന്നുള്ളത് ഇത്തിഫാഖാണ്, മുത്തഫഖുൻ അലൈഹിയാണ്. ഇത് നമുക്ക് ആർക്കും തർക്കമില്ല എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജന്മദിനം കഴിച്ചിട്ടില്ല. ഒരു ഉസ്താദ് കുറച്ചു മുമ്പ് ചോദിച്ചെന്താണെന്നറിയോ? എന്താണ് മുജാഹിദുകൾ ഇങ്ങനെ ചോദിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജന്മദിനം കഴിച്ചോന്ന്? അതെങ്ങനെ ചോദിക്കോ? ഒരു നേതാവ് എങ്ങനെ പറയോ എൻ്റെ ജന്മദിനങ്ങൾ കഴിക്കണം എന്ന് പറയോ? പറഞ്ഞാൽ അഹങ്കാരിയാവൂലേ? എന്ത് കിട്ടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിട്ടില്ല, കഴിക്കാൻ പറഞ്ഞിട്ടില്ല. കാരണം പറഞ്ഞ അഹങ്കാരിയാവുന്ന ആവൂല ദീനിലുണ്ടെങ്കിൽ. നേരത്തെ പറഞ്ഞ സ്വലാത്ത് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, അൽ ബഖീലു മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. പിശുക്കൻ എന്ന് പറഞ്ഞ ആരാന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, പിശുക്കൻ എന്ന് പറഞ്ഞാൽ അവൻ അയാളുടെ അരികിൽ എൻ്റെ പേര് പറയപ്പെട്ടു, പക്ഷെ അയാൾ സ്വലാത്ത് ചൊല്ലിയില്ല. അമ്മനുഷ്യനാണ് പിശുക്കൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ സ്വന്തം പേരിൽ ആ സ്വലാത്ത് ചൊല്ലണം, എൻ്റെ പേര് കേട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണ് എന്നൊക്കെ പറഞ്ഞ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മേലൊരു ജന്മദിന ആഘോഷം ഉണ്ടായിട്ട് അതിപ്പോ ഇങ്ങനെ സ്വന്തം പേരിൽ ജന്മദിനം ഞാൻ ഇപ്പൊ ഇങ്ങനെ ആൾക്കാരോട് പറയാ, അവർ ചേപ്രക്കേടല്ലേ എന്ന് അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിക്കോ? നഊദു ബില്ലാഹ്, സ്വന്തം പേരിലാണ് പഠിപ്പിക്കൂലേ? നോക്കൂ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, നേരത്തെ അവിടെ സൂചിപ്പിച്ചല്ലോ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരിക്കൽ റസൂലുള്ളാഹിയോട് പറയാണ്, നബിയെ ഞാൻ എന്നെ കഴിഞ്ഞാൽ പിന്നെ അങ്ങയെ ഇഷ്ടപ്പെടുന്നു, ആദ്യം എന്നെ ഫസ്റ്റ് ചാൻസ് എനിക്ക്, പിന്നെ നിങ്ങളെ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറേ പോരാ, അങ്ങയെക്കാളും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം, അപ്പോഴേ ഈമാൻ പൂർത്തിയാകൂ. ഇത് കേട്ടപ്പോൾ വാശിയില്ല ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ. അദ്ദേഹം തിരുത്തുകയാണ്, റസൂലേ എന്നെക്കാളും ഞാൻ അങ്ങയെ ഇഷ്ടപ്പെടുന്നു. ഇതങ്ങ് കേട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, അൽ ആന യാ ഉമർ, ഉമറേ ഇപ്പോഴാണ് റെഡിയായത്. സ്വന്തം പേരിലുള്ള സ്നേഹമാണ് ഈ പഠിപ്പിച്ചു കൊടുക്കുന്നത്. സ്നേഹം റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജന്മദിനുണ്ടെങ്കിൽ അത് പഠിപ്പിക്കൂലേ? അത് പഠിപ്പിക്കൂലേ? സ്വന്തം പേരില്ലാന്ന് പറഞ്ഞ് വിട്ടുപോകോ? ഇല്ല പ്രിയമുള്ളവരെ. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല.